ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം 50 ദിവസത്തെ നോയമ്പൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററും എല്ലാം കഴിഞ്ഞ് ഇന്ന് മുതൽ ഞങ്ങളുടെ OBBS ആരംഭിച്ചിരിക്കുകയാണ്. 6 ദിവസത്തെ OBBS ആണ്. അപ്പോൾ ഈ 6 ദിവസത്തെ OBBSൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാവുന്നതുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇപ്പം ഞങ്ങളുടെ ഇന്ന് ആദ്യത്തെ ഉദ്ഘാടന ദിവസമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുഞ്ഞു കുഞ്ഞുങ്ങളാണ്. വലിയവരായിട്ട് 3-4 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും അവരുടെ കളികളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് OBBSൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് 7 മണിക്കാണ് OBBS തുടങ്ങുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർ കൃത്യസമയത്ത് തന്നെ എല്ലാവരും വന്നു ചേർന്നായിരുന്നു. ആദ്യം എല്ലാവരും പള്ളിയിൽ പ്രവേശിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ വന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തെ മാച്ചിങ് സോങ് പാടിയാണ് അവർ പള്ളിയിൽ പ്രവേശിച്ചത്. കാരണം ഈ വർഷത്തെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയില്ലല്ലോ. അപ്പം കഴിഞ്ഞ വർഷത്തെ മാച്ചിങ് സോങ് പാടിയാണ് അവർ പള്ളിയിലേക്ക് മാച്ച് ചെയ്ത് കയറിയത്. ഇത് അധ്യായം 1-ാം വാക്യം. ചെറിയ വേടാണ്. ഈ എന്താണെന്ന് അറിയാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞേ. നമുക്ക് പ്രാർത്ഥിക്കാം. എത്രാം അധ്യായമാണ്? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1:1. 11-ാം അധ്യായം 1-ാം വാക്യം. 11-ാം അധ്യായം 1-ാം വാക്യം. ദൈവ തിരുനാമം ബോധീകരിക്കപ്പെടുമാറാകട്ടെ. ഇടവകളുടെ ട്രസ്റ്റി മാനേജിംഗ് കമ്മിറ്റി അംഗം, അധ്യാപികമാരെ, കുഞ്ഞുങ്ങളെ, 2024 OBBS നാം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ചിന്താധാര ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യമാണ്. ലെറ്റ് us pray. നമുക്ക് പ്രാർത്ഥിക്കാം. കാലഘട്ടങ്ങൾ അതിയായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിലാണ് നമ്മുടെ സഭ ക്രമീകരിച്ചിരിക്കുന്ന, കുഞ്ഞുങ്ങൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന OBBS ഒരു വലിയ ചിന്താവിധാനയെ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് ചെറിയൊരു വാക്കാണ്. ലെറ്റ് us pray. നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. പ്രാർത്ഥന ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലെ അതിലൊക്കെ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്താണ്? എന്താണ് പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? ദൈവവുമായിട്ട് സംസാരം അല്ലേ? നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടുള്ളവർക്ക് കൈമുക്കി, ദൈവത്തെ കണ്ടിട്ടുള്ളവർക്ക്, നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് കൈമുക്കി ഇല്ല. അങ്ങോട്ട് വീണ്ടും നമുക്ക് യെരൂഷ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ എങ്ങനെ ദൈവത്തെ കാണുന്നത്? ദൈവത്തെ നമ്മൾ എങ്ങനെ കാണുന്നത്? ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. നമ്മൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് അല്ലേ? നമ്മുടെ പ്രാർത്ഥനയാണ് ദൈവവുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്നത്, ദൈവവുമായിട്ട് നമ്മെ ചേർത്ത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയാണ്. ദൈവം എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഈശ്വരന്റെ ചൈതന്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ദൈവ സംസർഗത്തിലേക്ക് അടുത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളോട് പറയുകയാണ്. എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്? നീയൻ രക്ഷകൻ യേശുനാഥ, നീയൻ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ OBBSൻ്റെ പാട്ട് വീണ്ടും എല്ലാവരെയും ഒന്ന്
ഓർമ്മപ്പെടുത്തിയിട്ട് ക്ലാസ്സുകളെല്ലാം തിരിച്ച് പിന്നെ പഠിപ്പിക്കാൻ അവർക്ക് പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. ഇന്ന് നമുക്ക് 7 മണി മുതൽ 11 മണി വരെ ഉള്ളായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും റിഫ്രഷ്മെൻറ്റ് രാവിലെ വന്നല്ലേ കുഞ്ഞുങ്ങൾക്ക് ചൂടും കൂടെ ആയതുകൊണ്ട് ദാഹിക്കാനും ഒക്കെ തുടങ്ങുന്നതിനുണ്ട്. പിന്നെ കഴിക്കാനുള്ളത് അവർ വെള്ളവും ഒരു പപ്സുമായിരുന്നു കഴിക്കാനായിട്ട് കൊണ്ടുപോയി. രാവിലത്തെ റിഫ്രഷ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെയും ക്ലാസ് നാളെ പഠിച്ചുകൊണ്ട് വരാൻ മനഃപ്പാഠവാക്യം എല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ അച്ഛൻ വന്നായിരുന്നു. പിന്നെ അച്ഛൻ കുറേ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. സ്വർഗരാജ്യമെൻ്റേത് പാടും ഞാൻ, പാടും ഞാൻ, പാടും ഞാൻ. ദൈവം എന്നെ കാക്കുന്നു, ഞാൻ പാടുമ്പോൾ കേൾക്കുന്നു, പാടും ഞാൻ. അപ്പോഴേ എല്ലാവരും ശ്രദ്ധിച്ച്, ഇവിടെ ഓരോ പുള്ളികൾ പുസ്തകം ചുരുട്ടാൻ തുടങ്ങി. കുഴലപ്പം പോലെ പുസ്തകം ചുരുട്ടരുത്. OEBS ഏറ്റവും ഒടുവിൽ നിങ്ങളെല്ലാം പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? എഴുതണം. അവർ അപ്പനാ പുസ്തകമേ ലിഖകരോ. എന്നിട്ട് ഈ OEBS അവസാനം ഏറ്റവും നല്ല ഭംഗിയായിട്ട് പുസ്തകം പ്രസൻറ്റ് ചെയ്യുന്ന 3 പേർക്ക് സമ്മാനമുണ്ട്. അത് ഈ വീടി ചുരുട്ടുന്നത് പോലെ അല്ലെങ്കിൽ കുഴലപ്പം ഉണ്ടാക്കുന്ന പോലെ ചുരുട്ടി വെച്ചാൽ അത് പോകും, പുസ്തകം പോകും. പുസ്തകം ഭംഗിയായിട്ട് സൂക്ഷിക്കണം. എത്ര പേർക്ക് സമ്മാനമുണ്ട്? 3 പേർക്ക് സമ്മാനം. ഓൾ ദ വെരി ബെസ്റ്റ്. തുടങ്ങിയോ? കഴിഞ്ഞ് 11 നമ്മുടെ ഇന്നത്തെ OBBS അവസാനിച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളത്തെ വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ. നമ്മൾ ഇന്ന് തിരികളായി നമ്മൾ ഒന്നായി ഒന്നു പാടിടാം, ഒത്തു പാടി